എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വേനൽ ചൂടിന് ദാഹവും ക്ഷീണവും മാറാൻ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കക്കിരിക്ക കൊണ്ടാണ്. കക്കിരിക്ക നമ്മൾ സാധാരണയായിട്ട് വെറുതെ കഴിക്കാറാണ് പതിവ്. ഇതുപോലെ തയ്യാറാക്കി കുടിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ ഈ കക്കിരിക്ക ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണ് കറുത്ത കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റോളം കുതിരാനായിട്ട് മാറ്റി വെക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ കക്കിരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കക്കിരി കൊണ്ട് നമുക്കൊരു 4 ഗ്ലാസോളം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. കക്കരിക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കാരണം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. കക്കിരിക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മൾ കക്കിരി വെറുതെ കഴിച്ചാലും അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ ആക്കി കുടിച്ചാല് ശരീരത്തിന് നല്ലതാണ്. വയറിൽ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഷുഗർ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് കക്കിരി. മിക്സിയുടെ ജാറിലേക്ക് കക്കിരിക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കക്കിരി ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ചേരുവ ചേർത്ത് കൊടുക്കണം. ഒരു പിടിയോളം പുതിന. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. മാത്രമല്ല ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, അസിഡിറ്റി എന്നിവയ്ക്കൊക്കെ പുതിന വളരെ നല്ലതാണ്. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ ഒരുപാട് ഡ്രിങ്ക് അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ കുടിക്കുക. അപ്പൊ അതിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക. പരമാവധി നമ്മൾ പഞ്ചസാര കുറക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ഒരു ചൂട് സമയമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിലും ഷുഗർ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ മധുരം പരമാവധി കുറക്കുക. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത പാലാണ്. ഇത് പാല് ചൂടാക്കിയിട്ട് തണുക്കാൻ വെച്ച പാലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ലിറ്റർ ആണ്. 1/2 ഗ്ലാസ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് 2.5 ഗ്ലാസ് പാൽ, അതായത് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടി അരിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കണം. കാരണം ഇതിന്റെ ആ ഒരു പുതിനേന്റെ ഒക്കെ ഒരു തരി ഉണ്ടാവും. ഇത് മാറിക്കിട്ടാനായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് ഈ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആ ഒരു മുഴുവൻ സത്തും നമുക്ക് കിട്ടും. ഇനി ജ്യൂസിലേക്ക് 1-2 ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് ബദാമും കാഷ്നട്ടും ചൂടുവെള്ളത്തിൽ 2 മണിക്കൂർ നേരം കുതിർത്തി വെച്ചതാണിത്. അപ്പോൾ നമ്മളെ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. കുറച്ച് തിക്നെസ്സും കിട്ടാൻ നല്ലതാണ്. അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തോട് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ആ തേങ്ങയെല്ലാം അരച്ചെടുക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതുപോലെ കിട്ടണം. കാഷ്നട്ടും ബദാമും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്ന സമയത്ത് നല്ലൊരു തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ രുചിയുടെ കാര്യം പിന്നെ പറയാനില്ല, അത്രയും നല്ല രുചിയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു കക്കിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യത്തിന് ഗുണമാണ്. ഈ ഒരു ചൂട് സമയത്ത് ദാഹവും ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കക്കിരി. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. കാഷ്നട്ടും ബദാമൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്നുണ്ടല്ലോ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നല്ലൊരു എനർജി അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യമായിരിക്കും ഉണ്ടാവുക. കുറച്ച് ബദാമും കാഷ്നട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. മാത്രമല്ല നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടതിന് ആ ഒരു രുചി വേറെ തന്നെ ഉണ്ടാവും. ഈ ഗ്ലാസ്സിലേക്കും മുകളിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ സെന്ററിലായിട്ട് പുതിനേന്റെ ചെറിയൊരു ഇല വെച്ച് കൊടുക്കാം.
അപ്പൊ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പുതുറ സമയത്തൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാല് ക്ഷീണവും ദാഹവും ഒക്കെ മാറിക്കിട്ടും. നല്ലൊരു എനർജി ആയിരിക്കും ഈ ഒരു കക്കിരിക്ക ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാല്. നമ്മൾ വെറുതെ കക്കിരി കഴിക്കാതെ ഇതുപോലെ ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. കക്കിരിക്ക കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു ജ്യൂസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.